മൈജിയിൽ നിന്നും മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യൂ. നേടാം 9,000 രൂപ വരെ വിലയുള്ള ഡിജിറ്റൽ ആക്സസറീസ് സൗജന്യം. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന മോർണിംഗ് ഷോ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും ലോകത്തിൽ പല രാജ്യങ്ങളിൽ വരുന്ന പല സംസ്ഥാനങ്ങളിൽ വരുന്ന ഈ ഷോ കാണാൻ തയ്യാറെടുത്ത എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്തു. നിങ്ങളുടെ അനുമതിയോടെ നമ്മൾ ആരംഭിക്കുന്നു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. ഇന്ന് ജൂൺ 16 തീയതിയാണ്, വ്യാഴാഴ്ച, മിഥുനമാസം 2-ാം തീയതി. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 59 നമ്മൾ ഒരുപാട് വാർത്തകൾ ഈ പ്രഭാതത്തിൽ വരുന്നുണ്ട്. ഒരു തണുത്ത പ്രഭാതമാണ്. ഈ തണുപ്പൊക്കെ അകറ്റി നമുക്ക് ചൂടായ വാർത്തകളിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. സുപ്രീം കോടതിയുടെ ബഫർ സോൺ ഉത്തരവിൽ പ്രതിഷേധിച്ച ഇടുക്കി, വയനാട് ജില്ലകളിൽ ഇന്ന് UDF ഹർത്താൽ. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിലും ഹർത്താലിന് ആഹ്വാനം. മറ്റു വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങൾക്കിടെ UDF യോഗം ഇന്നാണ്. തുടർ സമര പരിപാടികളും നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടും ചർച്ചയാകും. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. ഓഹരി കൈമാറ്റം നിയന്ത്രിച്ചത് AICC ട്രഷററായിരുന്ന മോത്തിലാൽ വോറയെന്ന് രാഹുൽ ഗാന്ധി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസിന്റെ രാജ്യവ്യാപക സമരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച കേസിൽ പ്രതികൾ ഇന്ന് ജാമ്യാപേക്ഷ കൊടുക്കും. 3-ാം പ്രതിക്കായി ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ലോക കേരള സഭയുടെ 3-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. 65 രാജ്യങ്ങളിൽ നിന്നും 21 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 351 പേർ ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാകാൻ ശരത് പവാറിന് മേൽ സമ്മർദ്ദം ശക്തമാകുന്നു. ചർച്ചകൾ സജീവമാക്കി NDA. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് JDU BJD പ്രതിനിധികളുമായി ചർച്ച നടത്തി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റ് ചെറിയ വാർത്തകൾ, ചെറുകിട വാർത്തകളൊക്കെ തന്നെ പോകെ നമ്മൾ പരിശോധിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ UDF യോഗം ഇന്നാണ്. വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നിന്നും വരാനുള്ളത് ഈ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങളും അതിന്മേലുള്ള പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളും തന്നെയാണ്. എന്തായാലും ഈ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് UDFിൻ്റെ യോഗം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് കന്റോൺമെൻറ്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലാണ് യോഗം ചേരുന്നത്. വരും ദിവസങ്ങളിൽ എങ്ങനെ വേണം ഈ സ്വപ്ന സുരേഷിൻ്റെ ആരോപണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധം എന്നുള്ളത് ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ഒപ്പം ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കണമോ വിട്ടുനിൽക്കണമോ എന്ന കാര്യത്തിലും ഇന്ന് ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് വിവരം. നിലവിൽ ഇതുവരെ നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ എല്ലാ പ്രക്ഷോഭങ്ങളും വൻ വിജയം കണ്ടു എന്നുള്ളതാണ് നിലവിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ ഏത് രീതിയിൽ വേണമെന്നും അവർ ആലോചിക്കുകയും ചെയ്യും. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പ്രതിഷേധം, അത് പ്രതിപക്ഷത്തിനെതിരെ വഴിതിരിച്ചു വിടാൻ LDF നടത്തിയ നീക്കം അല്ലെങ്കിൽ CPIM നടത്തിയ നീക്കം ഫലം കണ്ടില്ല എന്നും അവർ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഇക്കാര്യത്തിലെല്ലാം ഒരു തുടർ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ലോക കേരള സഭയിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടണമോ എന്ന് ഇന്ന് തീരുമാനിക്കുമെന്നാണ് നേരത്തെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും പറഞ്ഞത്. പക്ഷേ BD സതീശനും PK കുഞ്ഞാലിക്കുട്ടിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രി നിലവിൽ ആരോപണ വിധേയനായ പശ്ചാത്തലത്തിൽ പുറത്ത് സമരം നടക്കുമ്പോൾ അകത്ത് ഇങ്ങനെയൊരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന വാദവുമുണ്ട്. അതിലും ഒരു തീരുമാനമുണ്ടാകും. എന്തായാലും 3 മണിക്കാണ് യോഗം. ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. SKN. താങ്ക് യു ശ്രീകാന്ത്. പുറമേ പരുക്കൻ എന്ന് തോന്നിയിരുന്ന സുകുമാരൻ ഉള്ളിൽ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. എനിക്കൊക്കെ വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു സുകുമാരൻ ചേട്ടൻ. ഇന്ന് ആ ചേട്ടനെ ഓർക്കുന്നു. അതുപോലെ നമുക്ക് ചേട്ടനുമായി കഴിയാൻ കഴിഞ്ഞ ചില നല്ല നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട്. ആ ഓർമ്മ ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് ജൂൺ 16. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി എൻഫോഴ്സ്മെൻറ്റിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിൻ്റെയും യങ് ഇന്ത്യയുടെയും ഓഹരി കൈമാറ്റ നടപടികൾ ഇടപെട്ടിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മൊഴി നൽകി. ED നടപടിക്കെതിരെ ഇന്ന് കോൺഗ്രസിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധമുണ്ടാകും. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ 8-10 മണിക്കൂറോളം നീളുന്ന രീതിയിൽ 3 ദിവസം രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഈ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പം ഈ ഒരു ഇടപാടിൽ ഇടപെട്ടിട്ടില്ല എന്ന അവകാശവാദത്തിന് രാഹുൽ ഗാന്ധി എന്ത് ന്യായീകരണങ്ങളാണ് നൽകിയിട്ടുള്ളത്?
SKN ഈ മൊഴി ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. ഈ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അനൗദ്യോഗികമായിട്ട് ED വൃത്തങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾക്ക് അടക്കം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ SKN സൂചിപ്പിച്ചത്. രാഹുൽ ഗാന്ധി ഈ ചോദ്യം ചെയ്യലിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും താൻ നേരിട്ട് ബോധപൂർവം ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും ചെയ്തത് അത് AICCയുടെ മുൻ ട്രഷററായിരുന്ന മോത്തിലാൽ വോറയും ഓസ്കാർ ഫെർണാണ്ടസുമാണ്. രണ്ടുപേരും ഇപ്പോൾ മരണപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അറിവോ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അസോസിയേറ്റഡ് ജേണൽസ് യങ് ഇന്ത്യക്ക് 50 കോടി വരുന്ന 2000 കോടി മൂല്യം വരുന്ന ഓഹരി 50 കോടിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് വിധത്തിൽ അതിനെ ന്യായീകരിക്കുന്നു എന്നത് ചോദിച്ചപ്പോഴും അദ്ദേഹം ഈ ഉത്തരം ആവർത്തിക്കുകയാണ്. തനിക്ക് ഈ മൂല്യത്തെ സംബന്ധിച്ച വിപണി മൂല്യത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അറിവില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്താതിരുന്നത്, അത് ബോധപൂർവമായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവല്ലേ എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് ഈ സത്യവാങ്മൂലം തയ്യാറാക്കിയത് അടക്കമുള്ള പരിചയം തനിക്കില്ലാത്തത് കൊണ്ട് പുറത്തു നിന്നുള്ള സഹായം തേടിയിരുന്നു, അങ്ങനെ സംഭവിച്ച ഒരു വീഴ്ചയോ പിഴവോ ആകാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഉത്തരങ്ങളൊന്നും EDക്ക് അത്ര ബോധ്യപ്പെട്ട ഒരു സാഹചര്യം ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അതുകൊണ്ടാണ് 3 ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരാനായിരുന്നു തീരുമാനം. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു പശ്ചാത്തലത്തിൽ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അമ്മ ആശുപത്രിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള പുരോഗതി ഉണ്ട് എന്നാണ് ED അവകാശപ്പെടുന്നത്. 2 കേസിൽ പ്രതി ചേർത്തിട്ടുള്ള 2 പേർ, അത് ഓസ്കാർ ഫെർണാണ്ടസും ഒപ്പം മോത്തിലാൽ വോറയുമാണ്. മോത്തിലാൽ വോറയുടെ മൊഴി നേരത്തെ തന്നെ ED രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്കാർ ഫെർണാണ്ടസിൻ്റെയും മൊഴി ED രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, അത് ഇപ്പോൾ രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ സഭാ നേതാവായി പ്രവർത്തിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവരാണ്. ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴിയും ED രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയാം. രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന മൊഴികൾ ED വിലയിരുത്തുകയാണ്. അതിന് എതിർക്കുന്ന തെളിവുകൾ കൂടി മുൻനിർത്തി അദ്ദേഹത്തെ വീണ്ടും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യുകയാണ് EDയുടെ ഇപ്പോഴത്തെ തീരുമാനം. താങ്ക് യു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേർന്നത്. കൊച്ചിയിലെ ജനസഞ്ചാരത്തിന് കുതിപ്പേകിയ വെണ്ടുരുത്തി പാലം വിശ്രമ ജീവിതത്തിലാണ്. കൊച്ചിയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന പാലം പ്രൗഢിയോടെ എങ്ങനെ നിലനിർത്താമെന്ന ചിന്തയിലാണ് ഇപ്പോൾ സർക്കാർ. കൊച്ചിയുടെ തനതായ രുചി വൈവിധ്യങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടായി പാലത്തെ മാറ്റാനാണ് വിനോദസഞ്ചാരികളുടെ ആഗ്രഹം. പക്ഷേ കൊച്ചിക്കാർക്ക് ഇതിൽ വേറെയും ചില അഭിപ്രായങ്ങൾ ബാക്കിയുണ്ട്. ഏഴു പതിറ്റാണ്ട് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം, ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയുടെ അഭിമാന സ്മാരകം. ജീർണാവസ്ഥയിലായ തേവര വെണ്ടുരുത്തി പഴയ പാലം വീണ്ടും പ്രൗഢിയോടെ നിലനിർത്താനാണ് സർക്കാർ തീരുമാനം. പാലം പുനരുദ്ധരിച്ച് ഫുഡ് സ്ട്രീറ്റ് നിർമ്മിക്കാനാണ് ടൂറിസം വകുപ്പിന്റെ ആലോചന. കായൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊച്ചിയുടെ സ്വാദറിയാനുള്ള അവസരം. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള പാലം ഫുഡ് കോർട്ടാക്കുന്നതിനോട് കൊച്ചിയിലെ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് താൽപ്പര്യമില്ല. കൊച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കാവുന്ന രീതിയിൽ ഒരു വാക്ക്വേ നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കൊച്ചി വെണ്ടുരുത്തി പാലം ഒക്കെ ഒരു എക്സ്കർഷൻ പോയിന്റാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള സ്കൂളിലെ കുട്ടികളെയും കൊച്ചി കാണിക്കാൻ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് നന്നായി ഡെവലപ്പ് ചെയ്താൽ ഈ ഹെറിറ്റേജ് പാലത്തിലൂടെ കുട്ടികൾക്ക് അങ്ങോട്ട് നടക്കുകയും ചെയ്യാം. സാനുമാഷ് പറയുന്ന പോലെ ആകാശവും കായലും കാണുകയും ചെയ്യാം. അതിനത് വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഒരു വാക്ക് വേ പോലെ അതാവുമ്പോൾ എളുപ്പത്തിൽ പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കും. പാലത്തിന്റെ ചരിത്ര പ്രാധാന്യം കൂടി പരിഗണിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അഭിപ്രായമുണ്ട്. എറണാകുളത്തെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ഈ പഴയ വെണ്ടുരുത്തി പാലത്തിൽ പുതിയ പദ്ധതികൾ കൂടി എത്തുന്നതോടെ ചരിത്ര പ്രാധാന്യമുള്ള ഈ പാലവും കൊച്ചിയിലെ പ്രധാന ടൂറിസ്റ്റ് ഇടങ്ങളിൽ ഒന്നായി മാറും. ക്യാമറാമാൻ അലോഷിക്കൊപ്പം വിനീത VG, 24 കൊച്ചി.
ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ഒരു വിവരം റിപ്പോർട്ട് ചെയ്യുന്നു. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. രാവിലെ 6 മണിക്ക് ഹർത്താൽ ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. കടകൾ തുറന്നിട്ടില്ല. ചുരുക്കം ചില സ്വകാര്യ ടാക്സി വാഹനങ്ങൾ നിരത്തിലുണ്ടെന്നും രാഹുൽ വിജയന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇനി കൊച്ചിയിലേക്ക് CPM നേതാവ് CP പ്രമോദ് നൽകിയ പരാതിയിൽ കസബ പോലീസ് എടുത്ത കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഇന്ന് ഹൈക്കോടതി സമീപിക്കും. സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പരാതി. അലക്സ് റാം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നല്ല സമയം മോർണിംഗ് ഷോയിലേക്ക്. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ പറയൂ വിശദമായി. SKN ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, സ്വപ്ന സുരേഷ്, അതായത് സ്വർണ്ണക്കടത്ത് കറൻസി കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് കോടതിയിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയതിനു പിന്നാലെ മുഖ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെ, മുൻമന്ത്രി KT ജലീലിനെതിരെ, ഇവർക്കൊക്കെതിരെ ഈ രഹസ്യമൊഴി നൽകിയതിനു പിന്നാലെ കേരളം കണ്ട പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതായത് കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാണ് CPM നേതാവായ CP പ്രമോദ് പരാതി പോലീസിന് നൽകിയത്. ഗൂഢാലോചന, ഇതുമായി ബന്ധപ്പെട്ട സ്വപ്നയുടെ ഈ പരാതിയിൽ, അല്ലെങ്കിൽ സ്വപ്നയുടെ ഈ രഹസ്യമൊഴിയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണം. മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനമാണ് നടത്തിയത്. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള, സ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത്. ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടാണ് CPM നേതാവ് CP പ്രമോദ് പരാതി നൽകിയത്. പാലക്കാട് കസബ് പോലീസിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വപ്ന ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുക. ഇതിൽ സ്വപ്ന പ്രധാനമായി പറയുന്നത്, ഈ കേസിൽ CP പ്രമോദ് പറഞ്ഞിരിക്കുന്നത്, സ്വപ്ന നൽകിയിരിക്കുന്ന ഈ 164 സ്റ്റേറ്റ്മെന്റിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണ ഘട്ടത്തിൽ കസ്റ്റംസിനൊരു രഹസ്യമൊഴി സ്വപ്ന സുരേഷ് നൽകിയിരുന്നു. ആ രഹസ്യമൊഴിയും ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്ന രഹസ്യമൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പ്രധാനമായി CP പ്രമോദ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വാദം നിലനിൽക്കില്ല എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകനും പറയുന്നത്, കോടതിയിൽ നൽകിയ രഹസ്യമൊഴി എങ്ങനെയാണ് CPM നേതാവിന് ലഭിച്ചത് എന്നാണ് സ്വപ്ന സുരേഷ് ചോദിക്കുന്നത്. അതെങ്ങനെ പുറത്തു വന്നു എന്ന് ചോദിക്കുന്നു. അതിനാൽ ആ വാദം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കൃത്യമായി സ്വപ്ന സുരേഷും അഭിഭാഷകനും ഇന്ന് ഹൈക്കോടതി അറിയിക്കുക. എന്താണെങ്കിലും ഈ കാര്യം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിലും മലപ്പുറത്തിൻ്റെ മലയോര മേഖലകളിൽ ഇപ്പോൾ UDF ഹർത്താൽ നടക്കുകയാണ്. വിശദാംശങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേർന്നു കോഴിക്കോട് നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ വയനാട്ടിൽ നിന്ന്? ഗുഡ് മോർണിംഗ് SKN. സംരക്ഷിത വനമേഖലയുടെ അതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി ലോല മേഖലയാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് ഈ 3 ജില്ലകളിൽ UDF ഇന്ന് ഹർത്താൽ ആചരിക്കുന്നത്. വയനാട്, ഇടുക്കി ജില്ലകളിലും മലപ്പുറത്തിന്റെ ഒരു ഭാഗത്തുമാണ്, മലയോര മേഖലയിലുമാണ് ഹർത്താൽ ആചരിക്കുന്നത്. ഈ ഉത്തരവിനെ തുടർന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തുടരുന്ന നിസ്സംഗതയിലും പ്രതിഷേധിച്ചാണ് UDFന്റെ സമരം. ഈ നേരത്തെ UDF സർക്കാർ സ്വീകരിച്ച പരിസ്ഥിതി ലോല മേഖലാ പരിധി ഇത് ഇപ്പോഴത്തെ സർക്കാർ തെറ്റിച്ചു എന്നൊരു ആരോപണവും ഈ UDF ഉന്നയിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നഗരസഭയിലും അതിനോടൊപ്പം 11 പഞ്ചായത്തുകളിലുമാണ് ഹർത്താലുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ ബഫർ സോണിൽ നിന്ന് ജനവാസ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. നേരത്തെ LDFും വലിയ തോതിൽ ഹർത്താൽ നടത്തിയിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധം തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ രാഹുൽ വിജയൻ നമുക്കൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. കടകൾ തുറന്നിട്ടില്ല. ചില സ്വകാര്യ ടാക്സി സർവീസ് നടത്തുന്നുണ്ടെന്നാണ് രാഹുൽ വിജയൻ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ രാഹുൽ വിജയൻ തത്സമയം നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹർത്താൽ പൂർണ്ണമാണോ? SKN ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇടുക്കിയിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഈ പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF ഇന്ന് ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ കടകൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങളും മാത്രമാണ് നിരത്തിലുള്ളത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാനായിട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം LDFന്റെ ഹർത്താൽ ദിവസവും ഇവർ എല്ലാവരും ഉണ്ടായിരുന്നു. മറ്റ് ഈ ഇടുക്കിക്കാരായിട്ടുള്ള ആരും തന്നെ പുറത്തില്ല.
അതുപോലെ തന്നെ ദീർഘദൂര KSRTC സ്വകാര്യ ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. ഈ എറണാകുളം, കോട്ടയം ജില്ലകളിലേക്കുള്ള ബസ്സും ഈ തൊടുപുഴയിൽ നിന്നൊക്കെ ഹർത്താൽ നടത്തുന്നുണ്ട്. ഹൈറേഞ്ച് മേഖലയിലും സമാനമായ സ്ഥിതിയാണ്. ദീർഘദൂര സർവീസ് ബസ്സുകൾ മാത്രം സർവീസ് ഓടുന്നുണ്ട്. ഈ ചെറിയ സ്വകാര്യ വാഹനങ്ങളും അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങളും നിരത്തിലുണ്ട്. ഈ തോട്ടങ്ങളിലേക്കൊന്നും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല, ജോലിക്കാരൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഹർത്താൽ ഈ ആദ്യ മണിക്കൂറുകളിൽ പൂർണ്ണം എന്ന് വേണമെങ്കിൽ പറയാം. SKN എന്തായാലും ഇത് ഈ ഒരു ജനകീയ വിഷയമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇടുക്കിക്കാരെല്ലാവരും തന്നെ ഈ ഒരു ഹർത്താലിനോട് സഹകരിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം സമാന വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് LDF ഹർത്താൽ നടത്തിയിരുന്നു. അന്നും ആളുകൾ എല്ലാവരും ഈ ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല ഇനിയും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അടക്കം ഈ ഹർത്താലുകൾക്കൊക്കെ അതുപോലെ തന്നെ സമര പരമ്പരകൾക്കൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള സൂചന തന്നെ അവരൊക്കെ നൽകി കഴിഞ്ഞു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. മറ്റൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചെന്ന് ഇൻഡിഗോ വിമാന കമ്പനി അറിയിച്ചിരിക്കുന്നു. ഇതിൻ്റെ കത്തിൻ്റെ പകർപ്പ് 24 ലഭിച്ചു. ഇൻഡിഗോ ഈ വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് മാറ്റിയപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടി എഴുന്നേറ്റ് പ്രതിഷേധിച്ചു എന്നാണ് ഇൻഡിഗോ കമ്പനിയുടെ സ്ഥിരീകരണം. മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യങ്ങൾ മോശം ഭാഷ ഉപയോഗിച്ച് പാഞ്ഞെടുത്തുവെന്നും ഇൻഡിഗോ കത്തിൽ പറയുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും യാത്രക്കാരിൽ ഒരാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞുവെന്ന് മാത്രം പരാമർശം. EP ജയരാജൻ്റെ പേര് ഇൻഡിഗോ കൈമാറിയ കത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ്. വൈദ്യുതി ഉപയോഗിച്ച് ചലിക്കുന്ന മൃഗരൂപങ്ങൾ നിർമ്മിച്ച ഒരു ചിത്രകലാ അധ്യാപകനുണ്ട് കോഴിക്കോട്ട്. 2 വർഷം കൊണ്ടുണ്ടാക്കിയ സൃഷ്ടികൾ അണിനിരത്തി പ്രദർശനം നടത്തുകയാണ് അദ്ദേഹം. എന്നാൽ ഹൃദയാഘാതം എല്ലാം തകിടം മറിച്ചു. ആനയും മുതലയും ചിമ്പാൻസിയും ജിറാഫുമെല്ലാമുള്ള ഒരു പാർക്ക്. കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിൽക്കണം. ഉണ്ണികുളം സ്വദേശിയായ കേശവൻ എന്ന ചിത്രകലാധ്യാപകന്റെ സ്വപ്നമായിരുന്നു അത്. 82കാരനായ കേശവൻ വിരമിച്ച ശേഷം 2 പതിറ്റാണ്ടിലേറെയായി ഈ സ്വപ്നത്തിന് പിന്നാലെയായിരുന്നു. ഒരു കുട്ടി പറഞ്ഞ് ഇങ്ങനെ ആനയും അതും ഇതൊന്നും ഞാൾ വരയ്ക്കില്ല, അല്ലെങ്കിൽ ഇതിന് ജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പം ഞാൻ അന്തം വിട്ടുപോയി. ശരിയായിട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്ത് അതാണ് ശരി, ഉണ്ടാക്കുന്ന ശില്പത്തിന് മുഴുവൻ ജീവൻ കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. 2 വർഷം കൊണ്ട് പലതരം മൃഗങ്ങളുടെ രൂപങ്ങളുണ്ടാക്കി, അതും ചലിക്കുന്ന രൂപങ്ങൾ. അങ്ങനെ നരിക്കുനി ടൗണിലൊരിടത്ത് പ്രദർശനം നിശ്ചയിച്ചു. എല്ലാം ഒരുങ്ങി. പക്ഷേ പ്രദർശന ദിവസം രാവിലെ ഹൃദയാഘാതം വില്ലനായി എത്തി. എക്സിബിഷൻ മുടങ്ങി. മൂന്ന് മാസങ്ങൾക്കിപ്പുറം കലാരൂപങ്ങളെല്ലാം കാട് കയറി കിടക്കുകയാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ തൻ്റെ സ്വപ്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഈ അധ്യാപകൻ. മഴയും കോടയും എല്ലാം ആയി ഇവിടെ ഈ കാര്യങ്ങളൊന്നും നടത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇത് ഒറ്റപ്പെട്ടിരിക്കുക. ഇപ്പോൾ ഇത് എനിക്കിനി ആരോഗ്യമില്ലാത്ത കാരണം കൊണ്ട് വല്ലവർക്കും വിറ്റ് പൈസ ആക്കി എനിക്ക് തടി തപ്പാനാണ് ഉദ്ദേശം. കോഴിക്കോട്. ബിജു അലക്സിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. SKN ഗുഡ് മോർണിംഗ് ബിജു അലക്സ്. ഞാൻ ഛത്തീസ്ഗഡിൽ നിന്നാണ്. ഇന്നിവിടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ആശംസകൾ പറയണമെന്നാണ് ബിജു അലക്സിൻ്റെ ആവശ്യം. ബിജു അലക്സ് എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ. കുട്ടികൾ സ്കൂളൊക്കെ തുറന്ന് സന്തോഷമായിട്ട് വിദ്യാലയങ്ങളിലേക്ക് പോകട്ടെ. കാര്യം അവരും പിന്നെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വേറൊരു സൗഹൃദ അന്തരീക്ഷം, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റും 25 സെക്കൻഡും. റിനേഷ് പഴയടത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു യൂട്യൂബ് വഴി. അല്ല SKN, നിങ്ങളാരും HRDSന് 2 സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് ജോലി കൊടുത്തതിനെ കുറിച്ച് എന്താണ് അന്വേഷിക്കാത്ത? അവർക്ക് ജോലി നൽകാനുള്ള അടിസ്ഥാന മാനദണ്ഡം എന്താണ്?
അതൊന്നും അന്വേഷിച്ച് കണ്ടില്ല. കാരണം എന്താണ്? റിനീഷ് പഴയടത്ത് HRDS എന്ന സ്വകാര്യ സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ ആർക്ക് ജോലി കൊടുക്കുന്നു എന്ന് അന്വേഷിക്കുന്നതല്ല പ്രധാനം. അവർ പാലിക്കുന്ന മാനദണ്ഡം അവരുടെ കമ്പനി തന്നെയാണ് വിലയിരുത്തേണ്ടത്. കേരളത്തിലെ പല സ്വകാര്യ സ്ഥാപനങ്ങളും അല്ലാതെയുള്ള കമ്പനികളും ഇപ്പോൾ ഗവൺമെൻറ് നിയന്ത്രിത കമ്പനികളല്ലെങ്കിൽ അതിലാർക്കെങ്കിലും ജോലി കൊടുത്താൽ അന്വേഷിക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുണ്ടോ? താങ്കൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ അധാർമികമായ നിയമനങ്ങൾ നടത്താതിരിക്കേണ്ടത് ഓരോ സ്ഥാപനത്തിൻ്റെയും ആയിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ്. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച സംഭവത്തിൽ 3-ാം പ്രതി സുനിത് നാരായണനെ കണ്ടെത്താനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. സുനിത്താണ് വിമാനത്തിൽ നടന്ന പ്രതിഷേധം ഫോണിൽ പകർത്തിയത്. പൈലറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളുടെ മൊഴിയും ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. വിമാനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആവശ്യപ്പെട്ട് പോലീസ് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ ചേരുന്നു തത്സമയം മോർണിംഗ് ഷോയിൽ. ഷെഫീദ് റാവുത്തർ, ഗുഡ് മോർണിംഗ്. വാർത്തയ്ക്ക് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? SKN ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച സംഭവത്തിൽ വലിയതുറ പോലീസ് എടുത്ത കേസിലെ 3-ാം പ്രതിയാണ് മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുനിത്. ഇയാളെ കണ്ടെത്താൻ ഇതുവരെയും പോലീസിനായിട്ടില്ല. ഈ വിമാനത്താവളത്തിനുള്ളിൽ പ്രതിഷേധിച്ച 2 പേരെ പിടിച്ചുവെച്ചപ്പോൾ ഇയാൾ വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ച കാര്യം. പിന്നാലെ കഴിഞ്ഞ 2 ദിവസമായി ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയും പോലീസിനെ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നോ നാളെയോ സുനിത്തിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലടക്കം സുനിത്തിന്റെ പേര് പോലീസ് പരാമർശിച്ചതിൽ പറഞ്ഞിരുന്ന കാര്യം ഈ സുനിത്ത് പുറത്തുള്ളതിനാൽ തന്നെ ഇക്കാര്യത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനടക്കം സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചൊരു വാദം. മാത്രമല്ല, 1-ാം പ്രതിക്കെതിരെ 13ഓളം കേസുകളുണ്ടെന്നും അയാൾ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളാണെന്നും പോലീസ് കോടതിയെ ധരിപ്പിച്ചിരുന്നു. അതേസമയം തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിമാനത്തിലെ സ്റ്റാഫുകളുടെ മൊഴി ഇന്നെടുക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. പൈലറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഇതിനായി ഇൻഡിഗോ കമ്പനിക്കും അതേപോലെ എയർപോർട്ട് മാനേജർക്കും പോലീസ് ഇന്റിമിഡേഷൻ നൽകിയിട്ടുണ്ട്. വിമാനത്തിന്റെ മഹസറും ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. അതേസമയം തന്നെ വിമാനത്തിന്റെ ബ്ലൂ പ്രിന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. അത് ലഭ്യമാകുമ്പോൾ ആ സംഭവം പോലീസ് വ്യക്തമാക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വിമാനത്തിലെ യാത്രക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് കൊച്ചിയിൽ വെച്ച് അന്വേഷണ സംഘത്തിന്റെ യോഗവും ചേരും. SKN. ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. കുറേ സന്ദേശങ്ങൾ വരുന്നുണ്ട്. രവികുമാർ PB വളരെ വ്യക്തിപരമായിട്ടൊരു സന്ദേശം. ഇന്ന് കുറച്ച് ക്ഷീണം കാണുന്നുണ്ട്. നട്ടപാതിരേക്ക് ഞാനൊരു സിനിമ കാണാൻ പോയി, വിക്രം. കമലഹാസൻ നമ്മുടെ ഫ്ലോറിൽ വന്നപ്പോൾ ഞാൻ ഉറപ്പ് കൊടുത്ത ആ സിനിമ എന്തായാലും കാണുമെന്ന്. ആ ഉറപ്പ് പാലിക്കാൻ വേണ്ടി പാതിരേക്ക് പടം കാണാൻ പോയി എങ്ങനെ ഇരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം, സന്തോഷ് കുമാർ പറയുന്നു, SKയുടെ നമ്മൾ തമ്മിൽ എന്ന പരിപാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാട്ടം ഇപ്പോഴും ഓർക്കുന്നു, ഞാനൊരു പട്ടാളക്കാരനാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചാടാനുള്ള അവസ്ഥയില്ല, പ്രായമൊക്കെ കുറച്ചായില്ലേ, അതാണ് ഇപ്പോൾ പ്രശ്നം. വേണമെങ്കിൽ ഏതെങ്കിലും ഞാനൊരു പ്രേക്ഷകന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ദിവസം നമ്മൾ തമ്മിൽ പുനരാവിഷ്കരിക്കുമ്പോൾ, അതേ പേരിലല്ല മറ്റൊരു പേരിൽ ടോക്ക് ഷോ പുനരാവിഷ്കരിക്കുമ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാം. ചാട്ടമൊന്നും പോയിട്ടൊന്നും അല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ആ ഊർജ്ജമൊക്കെ വീണ്ടും ഒന്ന് സംഭരിക്കാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കും. കാസർഗോഡ് നഗരത്തിൽ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നഷ്ടമാകുമെന്ന് കരുതിയ മരം സ്കൂൾ അങ്കണത്തിലേക്ക് മാറ്റി നട്ടു. 16 കൊല്ലം മുമ്പ് കവി സുഗതകുമാരി നട്ട നാട്ടുമാവാണ് അടുക്കത്തുബയലിലെ സ്കൂളിലേക്ക് മാറ്റി നട്ട് മാതൃകയാകിയത്. മലയാളത്തിന്റെ പ്രിയ കവിയത്രി സുഗതകുമാരി നട്ട നാട്ടുമാവ് ഇനി അക്ഷരമുറ്റത്ത് വേരാഴ്ത്തി തളിരിട്ട് തുടങ്ങും. കാസർഗോഡ് അടുക്കത്തുബയൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. സത്യം പറഞ്ഞാൽ അടുക്കത്തുബയൽ സ്കൂളിന്റെ മഹാഭാഗ്യമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഏറ്റവും പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചറുടെ നട്ട ഒരു മരം നമ്മുടെ സ്കൂളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനുള്ള, സ്കൂളിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. എല്ലാവരും ഏകദേശം 1250ഓളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ഏറെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണിത്. തണൽമരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി 2006 ഡിസംബറിലാണ് കവിയത്രി സുഗതകുമാരി നഗരത്തിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാവിൻ തൈ നട്ടത്. അന്നുതന്നെ മാവിന് പയസ്വിനി എന്ന് പേരുമിട്ടു. 16 വർഷമായി നഗരത്തിന് തണലായി നിന്ന മരം പാത വികസനത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് നിർണായക ഇടപെടലുമായി സാമൂഹിക വനവത്കരണ വിഭാഗവും ദേശീയപാത നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും കൈകോർത്തത്. പിന്നീട് കണ്ട ശാസ്ത്രീയമായ പറിച്ചുനടൽ കൺകുളിർക്കുന്ന കൗതുകമായി മാറി.
പയസ്വിനി ഇനി സ്കൂൾ അങ്കണത്തിൽ തണലായി തുടരും. സംരക്ഷണമൊരുക്കാൻ കൂട്ടുകാരുമുണ്ടാകും. ഓരോ മരങ്ങളും കൊലപാതകത്തിന് ഇരയാകുമ്പോൾ മരം നടാൻ 1000 കൈകൾ മുന്നോട്ട് വരണമെന്ന പ്രിയ എഴുത്തുകാരിയുടെ വാക്കുകൾ തന്നെയാണ് പ്രസക്തം. 24 കാസർഗോഡ്. CR റോക്ക് സ്റ്റാർ യൂട്യൂബ് സന്ദേശത്തിലൂടെ ഒരു കാര്യം ചോദിക്കുന്നു. എൻ്റെ അമ്മയുടെ ജന്മദിനമാണ്, അമ്മയ്ക്കൊരു ഹായ് പറയാം. ഹായ് അമ്മ, ജന്മദിനം ഇന്ന് ആഘോഷിക്കുന്ന എല്ലാ അമ്മമാർക്കും ഒരു ബിഗ് ഹായ്. വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 32 മറ്റൊരു അന്തർദേശീയ വാർത്തകൾക്കായിട്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടരകര അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുന്നു. യുക്രൈന് വീണ്ടും അമേരിക്കയുടെ സാമ്പത്തിക സഹായം $1 ബില്യൺ ആധുനിക സൈനിക ഉപകരണങ്ങളും സഹായ പാക്കേജിൻ്റെ ഭാഗമായി യുക്രൈന് നൽകുമെന്നറിയുന്നു. മധു കൊട്ടരകര വിശദാംശങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. അമേരിക്കയിൽ ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SK. യുക്രൈന് $1 ബില്യൺ പുതിയ സഹായം കൂടി അമേരിക്ക ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് ഇന്ന് ജോ ബൈഡൻ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ബൈഡന്റെ പുതിയ സഹായ പാക്കേജിന്റെ വിവരം പങ്കുവച്ചത്. ഏകദേശം 40 മിനിറ്റോളം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സെലൻസ്കിയുമായി സംസാരിച്ചു. ഈ സംഭാഷണത്തിൽ യുക്രൈനിലെ നിലവിലെ സ്ഥിതിഗതികൾ സെലൻസ്കി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അമേരിക്ക പുതുതായി നൽകുന്നത് സൈനിക സഹായ പാക്കേജ് ആയിരിക്കും. ഇതില് തീരദേശ പ്രദേശങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള പ്രത്യേക ആയുധങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത്യാധുനിക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം, 18 ദീർഘദൂര M777 പീരങ്കികൾ എന്നിവയും ഈ സഹായ പാക്കേജിൽ ഉണ്ടായിരിക്കും. പുതിയ പാക്കേജിൽ ഉണ്ടായിരിക്കും. ജർമ്മനിയിൽ ഉൾപ്പെടെ നിരവധി മറ്റ് ലോകരാജ്യങ്ങളും യുക്രൈന് സഹായം നൽകുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ആസ്റ്റിനും പറയുകയുണ്ടായി. യുക്രൈൻ ജനതയുടെ ധൈര്യവും പ്രതിരോധവും ഉറച്ച തീരുമാനങ്ങളും ലോകത്തിന് തന്നെ പ്രചോദനമാണെന്നും ജോ ബൈഡൻ സഹായ പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയുണ്ടായി. SK. താങ്ക് യു മധു കൊട്ടാരക്കര. നമുക്ക് മറ്റൊരു യൂട്യൂബ് സന്ദേശം വന്നിരിക്കുന്നു. സജീവൻ PV പറഞ്ഞ റിപ്പോർട്ടറോട് ഓരോ മരങ്ങളും എന്ന് പറയുന്നത് തെറ്റാണെന്നും ഓരോ മരവും എന്ന് പറയണമെന്നും പറയും. തീർച്ചയായിട്ടും സജീവൻ, താങ്കൾ പറഞ്ഞ ശരിയാണ്. ഓരോ മരവും എന്ന് തന്നെയാണ് വ്യാകരണപരമായി ഉച്ചരിക്കേണ്ടത്. നമ്മൾ ഈ റിപ്പോർട്ടേഴ്സിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവരാം. പലപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ ആൾക്കാർ ഈ എക്സ്റ്റംപോറായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെങ്ങനെ പറയുന്നു എന്നാണ് സത്യം. ഇപ്പോൾ 7:33 സമയം. രാമകൃഷ്ണയുടെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറഞ്ഞു, അരുണാചൽ പ്രദേശിലെ പട്ടാള ക്യാമ്പിൽ രാവിലത്തെ ഒരു ഗ്ലാസ് ചായയോടൊപ്പം 24 കാണാതെ ഒരു ദിവസം തുടങ്ങാറില്ല എന്ന് പറയുന്നു. ശ്യാംകൃഷ്ണ, വളരെ സന്തോഷം. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് പോലെയുള്ള വളരെ തണുപ്പുള്ള ഒരു സ്ഥലത്തിരുന്ന് താങ്കൾ 24-ൻ്റെ ചൂടുള്ള വാർത്തകൾ ആസ്വദിക്കുന്നു എന്നറിയുമ്പോൾ സന്തോഷം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ വോട്ടർ പട്ടിക പുതുക്കുന്നു. ഓഗസ്റ്റിൽ പൂർത്തിയാകും വിധം വോട്ടർ പട്ടിക പുതുക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. മണ്ഡല പുനഃക്രമീകരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഈ നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നടപടികളുടെ മുന്നോടിയായിട്ടാണ് വോട്ടർ പട്ടിക പുതുക്കാനുള്ള തീരുമാനം. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. രാധാകൃഷ്ണൻ, വിവരങ്ങൾ. SKN സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന് നഷ്ടമായിരുന്നു. ഇതിനുശേഷം മണ്ഡല പുനഃക്രമീകരണം അടക്കം നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നീക്കം. മണ്ഡല പുനഃക്രമീകരണം വൈകുന്ന ഒരു സാഹചര്യം പിന്നീട് നമ്മൾ കണ്ടു. മണ്ഡല പുനഃക്രമീകരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നു. 6 സീറ്റുകൾ ജമ്മു മേഖലയിലും 1 സീറ്റ് ശ്രീനഗർ മേഖലയിലും കൂടുതലായിട്ട് അനുവദിച്ചുകൊണ്ടാണ് ഈ മണ്ഡല പുനഃക്രമീകരണം പൂർത്തിയായിരിക്കുന്നത്. മണ്ഡല പുനഃക്രമീകരണം പൂർത്തിയായ നടപടികൾക്ക് തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ വോട്ടർ പട്ടികയുടെ പുതുക്കൽ ആരംഭിക്കുന്നത്. വോട്ടർ പട്ടികയുടെ പുതുക്കൽ ഓഗസ്റ്റ് 31 പൂർത്തിയാകുന്ന വിധമായിരിക്കും നടത്തുക. അത് എല്ലാ മേഖലയിലും, അത് ജമ്മു മേഖലയിലും ശ്രീനഗർ മേഖലയിലും ഈ വോട്ടർ പട്ടിക പുനഃക്രമീകരിക്കാനായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഓഗസ്റ്റ് 31 ഈ വോട്ടർ പട്ടിക പുനഃക്രമീകരിച്ച് അത് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. SK. താങ്ക് യു രാധാകൃഷ്ണൻ. മറ്റൊരു സ്റ്റോറിയിലേക്ക്. ലോക സംസ്കാരത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് ആലപ്പുഴയിലെ രവി കരുണാകരൻ സ്മാരക മ്യൂസിയം. വിദേശത്തുനിന്നുൾപ്പെടെ നിരവധി പേരാണ് 30,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ മ്യൂസിയം കാണാൻ ആലപ്പുഴയിലെത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ മ്യൂസിയമാണ് ഈ കാണുന്നത്. ലോകത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് ആലപ്പുഴയിലെ രവി കരുണാകരൻ മെമ്മോറിയൽ ഓഫ് മ്യൂസിയം. അന്തരിച്ച പ്രമുഖ കയർ വ്യവസായി രവി കരുണാകരന്റെ സ്മരണയ്ക്കായി പത്നി ബെറ്റിയാണ് മ്യൂസിയം ആരംഭിച്ചത്. 3 തലമുറയുടെ കലാശേഖരമാണ്
മ്യൂസിയത്തിന്റെ പ്രധാന ആകർഷണം. എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു മെമ്മോറിയൽ ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നി. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് 3 ജനറേഷൻ്റെ കളക്ഷനുണ്ട്. സോ ഐ തോട്ട് ദ ബെസ്റ്റ് വേ ഈസ് ടു ബിൽഡ് എ മ്യൂസിയം ഇൻ മെമ്മറി ഓഫ് ഹിം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. പിന്നെ ഫോർച്ചുനേറ്റ്ലി കളക്ഷൻ ഉണ്ടല്ലോ, 3 ജനറേഷൻ്റെ കളക്ഷനാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ആ 3 ജനറേഷൻ്റെ കളക്ഷൻ വെച്ചിട്ട് I decided to build a museum in memory of my husband. 1948 ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ബ്യൂക്ക് സൂപ്പർ കാർ മുതൽ ആനക്കൊമ്പിൽ തീർത്ത കരകൗശല വസ്തുക്കൾ വരെ നീളുന്ന അമൂല്യ ശേഖരം. ആലപ്പുഴ കാണാനെത്തുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ മ്യൂസിയത്തിലെ നിത്യസന്ദർശകരാണ്. സ്കൂൾ കുട്ടികൾ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. ഒരുപാട് ആൾക്കാർ വരും. ഡെയിലി ഒരു 50, 60, 70 ആൾക്കാർ സാധാരണ വരും. ഞായറാഴ്ചകളിൽ 100-ന് മേലെ ആൾക്കാർ, ശനി ഞായർ 100-ന് മേലെ ആൾക്കാർ വരാറുണ്ട്. രാജ്യാന്തര ട്രാവൽ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസറിന്റെ 2020 ട്രാവലേഴ്സ് ചോയ്സിൽ രവി കരുണാകരൻ മെമ്മോറിയൽ മ്യൂസിയം ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ചകളിൽ ഒന്നായാണ് മ്യൂസിയത്തെ പരാമർശിച്ചിട്ടുള്ളത്. 24 ആലപ്പുഴ. ഒരു KV സുധാകരൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. ഹായ് SKN. ഹായ് സുധാകരൻ, താങ്കളുടെ മോർണിംഗ് ഷോ ഇന്നും തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഈവനിങ് ഷോ കൂടി താങ്കൾക്ക് നടത്തിക്കൂടെ? നല്ല ഉഗ്രൻ ചോദ്യമാണ് കേട്ടോ. ഈവനിങ് ഷോ ഇപ്പോൾ ഒരെണ്ണം നടത്തുന്നുണ്ട്, ഫ്ലവേഴ്സ്. ഒരു കൂടി നിങ്ങൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ കാണുക. അത് 24-അല്ല, 24-ൽ 7 മണിക്ക് ആരംഭിക്കുന്ന മോർണിംഗ് ഷോ 10 മണി വരെ നീളും. അതിനിടയിൽ ഒരു ജീവിതം വേണ്ടി ചേട്ടാ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. സുപ്രീം കോടതിയുടെ ബഫർ സോൺ ഉത്തരവിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിലും UDFൻ്റെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. ജില്ലയിൽ കടകൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിപ്പോഴുള്ളത്. ദീർഘദൂര KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട്ടിൽ ലക്കിടിയിൽ നിന്ന് ദീപക് മലയമ്മ തത്സമയം ചേരുകയാണ് ഈ മോർണിംഗ് ഷോയിൽ. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മലയമ്മ അവിടെ കണ്ട കാര്യം? SKN, വെരി ഗുഡ് മോർണിംഗ്. സംരക്ഷിത വനാതിർത്തിക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ എന്നുള്ള നിർദ്ദേശത്തിൽ UDF വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് വയനാട്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, UDF പ്രവർത്തകരൊക്കെ തന്നെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ഉൾപ്പെടെ തടയുമെന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. നേരത്തെ LDFും സമാനമായ രീതിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഹർത്താൽ നഗരത്തിൽ ഉൾപ്പെടെ ആചരിക്കുന്ന അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് എല്ലാവരും കടക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് വയനാട്ടിനെ സംബന്ധിച്ച് ഉള്ളത്. ദീർഘദൂര KSRTC സർവീസുകൾ മാത്രമാണ് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ തടഞ്ഞുകൊണ്ട് എന്താണ് യാത്രയുടെ ആവശ്യം, അവശ്യ സർവീസുകൾ അല്ലാത്തതൊന്നും തന്നെ വിടില്ല എന്നുള്ളൊരു നിലപാട് പൊതുവെ പ്രവർത്തകരെല്ലാം തന്നെ സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇന്നത്തെ ഹർത്താൽ വയനാട് ജില്ലയിൽ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ അവശ്യ സർവീസുകളല്ലാത്ത വാഹനങ്ങൾ ഒന്നും തന്നെ സർവീസ് നടത്തരുത് എന്നുള്ളൊരു ആഹ്വാനം, നിർദ്ദേശമെല്ലാം തന്നെ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നുള്ള നിലപാട് UDF പ്രവർത്തകർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് ഇത്തരത്തിൽ ഒരു ഹർത്താൽ നടത്തുന്ന ഒരു മാർച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചെറിയ രീതിയിൽ സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അത്തരത്തിൽ ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനവാസ മേഖലകളെ പൂർണ്ണമായും അതിൽ നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമരം അല്ലെങ്കിൽ ഹർത്താൽ എന്നുള്ളത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SKN, നമുക്ക് ഇവരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഒരു ശക്തമായ സമരവുമായിട്ട് തന്നെയാണ് വയനാട്ടിലെ UDF സംവിധാനം നിലകൊള്ളുന്നത്. കാരണം ഇതുപോലുള്ള വിഷയമുണ്ടായ സമയത്ത് UDFും ഐക്യജനാധിപത്യ മുന്നണിയും നേതൃത്വം കൊടുത്ത് നിരവധി സമരങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വില കൊടുത്തും ഇവിടുത്തെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഈ കരിനിയമത്തിനെതിരെ UDF ശക്തമായ സമരവുമായി ഈ തെരുവിലുണ്ടാവും. SKN, ഇത് തന്നെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഈ പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF നേതൃത്വത്തിന്റെയും ഒപ്പം തന്നെ ഇത്തരം സമരങ്ങളുമായുള്ള എല്ലാവരുടെയും തീരുമാനമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ദീപക് മലമ്മയാണ് വയനാട്ടിൽ ലക്കിടിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. BTS എന്റർടൈൻമെന്റിന്റെ ഒരു സന്ദേശം അവർ പറയുന്നത്,
BTS, they are not going to disband. Run BTS and other activities are doing together. Don't spread false news. They plan to take a break before, and now they just taken a break for their solo albums എന്ന് പറയുന്നത്. BTS എൻ്റർടൈൻമെൻറ്റ് ഇടവേള മാത്രമാണ് എടുത്തിരിക്കുന്നതെന്നാണ് BTS എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സന്ദേശം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് മാത്രമേ നമ്മുടെ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ ഇടവേള ആരാധകരെ ഞെട്ടിച്ചു എന്നാണ് നമ്മൾ വാർത്തയിൽ പറഞ്ഞത്. 7 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഞാൻ കുറേ കാലം മുമ്പ് ഇപ്പോൾ കലാകുമുദിയിലൊക്കെ ചില ഫീച്ചറുകൾ എഴുതുന്ന ഒരു കാലത്ത് ഞാൻ മായന്നൂർ എന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. കൃഷ്ണശിലയിലെ ബിംബകൽപ്പനകൾ എന്ന രീതിയിലൊരു കവർ സ്റ്റോറിയും അന്ന് കലാകുമുദിയിൽ ഞാൻ എഴുതിയിരുന്നു. അത് അവിടുത്തെ വിഗ്രഹം ഉണ്ടാക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അതായത് ദൈവ വിഗ്രഹങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റി അയക്കുന്ന ചില ആളുകൾ അവിടെ ഉണ്ട്, ഈ മായന്നൂരിലുണ്ട്. അപ്പോൾ അങ്ങനെ പോയ ഒരു സ്ഥലത്ത് നിന്ന് അത്ര സുഖകരമല്ലാത്ത മറ്റൊരു വാർത്ത വരുന്നു. ഒരു കുഞ്ഞൻ വണ്ടിൻ്റെ ആക്രമണം മൂലം 15 വർഷത്തോളമായി ദുരിത ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അത് മായന്നൂരിലാണ്. ഈ മുപ്പിളി വണ്ട് എന്നറിയപ്പെടുന്ന കോട്ടുരുമയുടെ ശല്യം മൂലം ഉണ്ണാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയിൽ തൃശ്ശൂർ മായന്നൂരിലെ 5 അംഗ കുടുംബം. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇടവേള വേണമെന്ന് കരുതിയതാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. സ്വപ്ന സുരേഷ് കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെയും ആരോപണം വന്നിരിക്കുന്നു. സുഹൃത്ത് നിയന്ത്രിക്കുന്ന മിഡിൽ ഈസ്റ്റ് കോളേജിന് ഷാർജയിൽ ഭൂമി ലഭിക്കുന്നതിന് വേണ്ടി പി ശ്രീരാമകൃഷ്ണൻ ഇടപെട്ടുവെന്നാണ് സ്വപ്ന പറയുന്നത്. കൈക്കൂലിയായി ഒരു ബാഗ് നിറയെ പണം കോൺസൽ ജനറൽ നൽകി. മുൻമന്ത്രി KT ജലീലിൻ്റെ ബിനാമിയാണ് ഫ്ലൈജാക്ക് ലോജിസ്റ്റിക്സ് ഉടമ മാധവൻ വാര്യരെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന് പുറത്തെ കോൺസുലേറ്റ് വഴിയും ഖുർആൻ കൊണ്ടുവന്നുവെന്നും സ്വപ്ന ആരോപിക്കുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അരുൺ രാജ് ചേരുന്നു. അരുൺ രാജ്, കുറേ അധികം ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ അതോ വീമ്പ് പറച്ചിൽ മാത്രമാണോ? SKN നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ഇതിൽ തെളിവുകൾ നേരത്തെ തന്നെ താൻ നൽകിയതാണ്. പക്ഷേ ഇത് പരിശോധിക്കാൻ കസ്റ്റംസോ അതുമായി ബന്ധപ്പെട്ട ഏജൻസികളോ തയ്യാറായില്ലെന്ന ആക്ഷേപമാണ് സ്വപ്ന മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും 2020 ജൂലൈ 5 രജിസ്റ്റർ ചെയ്ത സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിലവിൽ സ്വപ്ന സുരേഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇന്ന് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രഹസ്യമൊഴി നൽകുന്നതിന് തൊട്ട് മുമ്പായി കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. ഇതിൽ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെയും അതുപോലെ തന്നെ മുൻ മന്ത്രി KT ജലീലിനെതിരെയുമാണ് ഇപ്പോഴത്തെ ആരോപണമായി എത്തിയിരിക്കുന്നത്. ഈ ശ്രീരാമകൃഷ്ണൻ സുഹൃത്ത് നിയന്ത്രിക്കുന്ന മിഡിൽ ഈസ്റ്റ് കോളേജിന് ഭൂമി ലഭിക്കുന്നതിനായി ഷാർജയിൽ ഭൂമി ലഭിക്കുന്നതിനായി ഇടപെട്ടു. ഇതിന് ഷാർജയിൽ വെച്ച് ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണമാണ് സ്വപ്നയുടെ ഭാഗത്തു നിന്ന് ഇക്കട്ടത്തിൽ ഉണ്ടാകുന്നത്. ഇടപാടിനായി ഒരു ബാഗ് നിറയെ പണം നൽകിയിരുന്നു, കോൺസുലേറ്റ് ജനറൽ നൽകിയിരുന്നു, കൈക്കൂലിയായാണ് നൽകിയത്. മരുതം അപ്പാർട്ട്മെന്റിൽ വെച്ച് ശ്രീരാമകൃഷ്ണനാണ് സരിത്തിന് ഈ കറൻസി നൽകിയത് എന്നുള്ളതാണ് ഈ സ്വപ്നയുടെ ആരോപണം. പണം അടങ്ങിയ ഈ ബാഗ്
ഒടുവിൽ സരിത്ത് കോൺസുലേറ്റ് ജനറലിനെ ഏൽപ്പിച്ചു. ഈ പണം മാത്രമാണ് കോൺസുലേറ്റ് ജനറലിന് കൊടുത്തത്. തിരിച്ച് ഈ ബാഗ് സരിത്ത് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു. ഇത് കസ്റ്റംസ് ഒടുവിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴി കസ്റ്റംസിന് നൽകിയിരുന്നു. പക്ഷേ ഇതിലൊരു പ്രാഥമിക പരിശോധനയ്ക്കപ്പുറം ഈ കസ്റ്റംസ് പരിശോധന നടത്തിയില്ല എന്നുള്ളതാണ് ഇതിന്റെ അവസാനവും ഈ പാരഗ്രാഫിന്റെ അവസാനവും സ്വപ്ന സുരേഷ് പറയുന്നത്. മറ്റൊന്ന്, ഈ KT ജലീലിനെതിരെ ബിനാമി ആരോപണമാണ് സ്വപ്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഫ്ലൈ ജാക്ക് ലോജിസ്റ്റിക് ഉടമ മാധവ് വാര്യർ KT ജലീലിന്റെ ബിനാമിയാണ് എന്ന ആരോപണമാണ് സ്വപ്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനി ഈ സംസ്ഥാനത്തിന് പുറത്തെ കോൺസുലേറ്റ് വഴി ബിനാമി സഹായത്തോടെ ഖുറാൻ എത്തിച്ചു. ഈ മാധവ് വാര്യർ വഴി നിരവധിയായ തവണ ഇത്തരം സാധനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന ഉറപ്പ് പോലും കോൺസുലേറ്റ് ജനറലിന് KT ജലീൽ നൽകി എന്നുകൂടി സ്വപ്ന പറയുന്നുണ്ട്. എന്തായാലും ഈ ആരോപണങ്ങൾ സംബന്ധിച്ച പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. EDയും കസ്റ്റംസും ഇത് സംബന്ധിച്ച പ്രാഥമിക പരിശോധന തുടങ്ങി എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. SK. താങ്ക് യു. അരുൺ രാജാണ് നമുക്കൊപ്പം ചേർന്ന്. ഒരു കോമഡി ന്യൂജൻ സുധി പറയുന്നു, സ്വപ്ന പറഞ്ഞിട്ടാണ് ഇന്ത്യക്ക് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയത്. ആ കോമഡി നമ്മൾ എൻജോയ് ചെയ്യുന്നു. ഇപ്പോൾ വയനാട്ടിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ലക്കിടിയിൽ ഇപ്പോൾ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നു. ഞങ്ങളുടെ പ്രതിനിധി ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നു. വാഹന ഉടമകളുമായി നേരിയ രീതിയിൽ വാക്കുതർക്കവും പുരോഗമിക്കുന്നുണ്ട് അവിടെ. വിശദാംശങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, അവിടെ എന്താണ് അവസ്ഥ? SKN നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതിൽ നിന്നും കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ളതാണ് നിലവിലെ സാഹചര്യം. പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നുൾപ്പെടെ വയനാട്ടിലേക്ക് കയറിയെത്തുന്ന, അതായത് താമരശ്ശേരി ചുരം കയറിയെത്തുന്ന ഗേറ്റിൽ തന്നെയാണ് UDF പ്രവർത്തകർ ഇപ്പോൾ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത്. പൂർണ്ണമായും ചുരം കയറി വാഹനങ്ങൾക്ക് മുകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ വയനാട്ടിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് ഉൾപ്പെടെ എത്തുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളും തടഞ്ഞിട്ടിരിക്കുകയാണ്. പോലീസ് നിലവിൽ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വൈത്തിരി പോലീസാണ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ചില യാത്രക്കാരുമായി UDF പ്രവർത്തകർ വാക്തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില ആളുകൾ ദൂരം വഴിക്ക് പോകാനുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ പ്രവർത്തകരെ ധരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവർ അതിനോടൊന്നും തന്നെ സഹകരിക്കുന്നില്ല. തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി സമരമാണ് ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ഹർത്താലുമായി സഹകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ചില ആളുകളുമായി കയർത്ത് സംസാരിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ പ്രവർത്തകർ എത്തി എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ തന്നെ ഒരു വാഹനങ്ങൾ തടഞ്ഞിടുന്ന സാഹചര്യം വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് താമരശ്ശേരി ചുരം കയറി എത്തുന്ന വാഹനങ്ങളെ ഒന്നും തന്നെ മുകളിലേക്ക് കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗതാഗത തടസ്സത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങളെ എത്തിക്കും. ഇപ്പോൾ പോലീസ് എത്തി പ്രവർത്തകരുമായി സംസാരിച്ചതിന് ശേഷം വാഹനങ്ങൾ കടത്തിവിടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. SKN. താങ്ക് യു ദീപക് മലയമ്മ. വിജയമോഹൻ നായർ പറയുന്നത്, നിങ്ങൾ ഈ നിലവാരമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് വിളിച്ചു പറയുന്നത്? നിലവാരമില്ലാത്ത യൂട്യൂബ് ചാനലാകുകയാണോ 24 എന്ന് ചോദിക്കുന്നത്. വിജയമോഹൻ നായരെ, ഏത് കാര്യത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി മറുപടി പറയാമായിരുന്നു. അതുപോലെ ജയകുമാർ ചോദിക്കുന്നു, തീയില്ലാതെ പുക വരുമോ SKN എന്ന് ചോദിക്കുന്നു. കേരളമാണ്, തീയില്ലാതെ ചിലപ്പോൾ പുക വരും. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇനി പത്രത്തിൽ കണ്ടതിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം ചേർന്നു. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. പത്രങ്ങളൊക്കെ തുറക്കുക, വാർത്തകൾ വായിക്കുക, കാര്യങ്ങൾ പറയുക. ഗുഡ് മോർണിംഗ്. SKN ഇന്ന് മുഖ്യധാര മലയാള പത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ അവർ പ്രധാന വാർത്തയാക്കുന്നുണ്ട്. മനോരമയുടെ ലീഡ് വാർത്ത എന്നീ വിഷയത്തിലാണ് യുദ്ധക്കളമായി കോൺഗ്രസ് ദേശീയ ആസ്ഥാനം, അതിര് കടന്ന് പോലീസ് എന്നുള്ളതാണ്. AICC ആസ്ഥാനത്തേക്ക് കടന്നു കയറിയ ഡൽഹി പോലീസിന്റെ നടപടിയാണ് മനോരമ ലീഡ് വാർത്തയിൽ ഉയർത്തിക്കാണിക്കുന്നത്. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത് വളപ്പിനുള്ളിൽ കയറി തടയാൻ ഗേറ്റിൽ കുത്തിയിരുന്ന് മുഖ്യമന്ത്രി ബാഗേലും നേതാക്കളും. ഇന്ന് രാജ്യമെങ്ങും കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. ഒപ്പം ആ കയ്യേറ്റത്തിന്റെ ചിത്രം കൂടി ഇന്ന് മനോരമ ആ വാർത്തയുടെ ഭാഗമാക്കുന്നു. SLC വിജയശതമാനം 99.26 അത് ഒന്നാം പേജ് വാർത്തയാകുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം കുറവാണത്. മനോരമ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഒന്നാം പേജ് വാർത്ത നൽകുന്നത്. മനോരമ ഇന്ന് അവരുടെ എഡിറ്റ് പേജ് നൽകുന്ന ഒരു ലേഖനം ശ്രദ്ധേയമാണ്. ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ US കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിംഗ് നടന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അശ്വിൻ നായരുടെ ഈ ലേഖനം. നമ്മൾ ഒറ്റയ്ക്കാണോ എന്നുള്ള ചോദ്യത്തോടെയാണ് ആ ഹിയറിംഗിൽ നടന്ന വിശദാംശങ്ങൾ ഇന്ന് മനോരമ ക്രോഡീകരിക്കുന്നത്. മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഇന്ന് SLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഇടം പിടിക്കുന്നുണ്ട്. കേറിവാ മക്കളെ എന്നാണ് അതിന് അടിക്കുറിപ്പ്. SLC പരീക്ഷയിൽ 100% വിജയം നേടിയ തൃപ്പൂണിത്തറ ഉദയംപേരൂർ SNDP ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വിജയാഹ്ലാദവുമായി എത്തുമ്പോൾ അവരെ അധ്യാപകർ സ്വീകരിക്കുന്ന ചിത്രമാണ് അത്. ഒപ്പം
രാഹുൽ ഗാന്ധിയുടെ ആ വാർത്തയും 3 ദിവസം 30 മണിക്കൂർ തീരാതെ ചോദ്യങ്ങൾ എന്നുള്ള ലീഡ് വാർത്ത ഇന്ന് മാതൃഭൂമിയും നൽകുന്നുണ്ട്. കേരള കൗമുദിയുടെ ഇന്നത്തെ ലീഡ് വാർത്ത ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ടാണ്. സെക്രട്ടേറിയറ്റിൽ 3.5 മാസ യജ്ഞം വരുന്നു, ഫയലുകൾ ജീവിതത്തിലേക്ക് പറക്കും. കേരള കൗമുദി തന്നെ നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഫയൽ തീർപ്പിന് സംസ്ഥാന സർക്കാർ തിരിക്കുന്നു എന്നുള്ളതാണ് കൗമുദി ഇന്ന് അവരുടെ ലീഡ് വാർത്തയിൽ പറയുന്നത്. ദീപിക നൽകുന്ന പ്രധാനപ്പെട്ട വാർത്തയും ഡൽഹിയിൽ ഇന്നലെ നടന്ന പ്രതിഷേധ പരമ്പരകളുമായി ബന്ധപ്പെട്ടാണ്. AICC ആസ്ഥാനത്ത് പോലീസ് അതിക്രമം, ഡൽഹിയിൽ പ്രതിഷേധ വിരമ്പി, ചിത്രം സഹിതം ദീപിക ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് മാധ്യമത്തിലേക്ക് എത്തുമ്പോൾ മാധ്യമം നൽകുന്ന പ്രധാനപ്പെട്ട വാർത്ത രാഷ്ട്രപതി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആണ്. രാഷ്ട്രപതി പ്രതിപക്ഷത്തിന് പൊതു സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇന്നലെ മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ 17 പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്തു. അവരൊരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു. അതാണ് മാധ്യമം ഇന്ന് ലീഡ് വാർത്തയാക്കുന്നത്. മംഗളത്തിലേക്ക് എത്തുമ്പോൾ സ്വപ്ന സുരേഷ് സത്യവാങ്മൂലത്തിൽ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ അവർ ഇന്ന് ലീഡ് വാർത്തയാക്കി മാറ്റുന്നു. മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്നയുടെ സത്യവാങ്മൂലം, നയതന്ത്രം മകൾക്കായി എന്നുള്ള ശീർഷകത്തിലാണ് ഒരു ചോദ്യചിഹ്നത്തോടു കൂടി മംഗളം ഈ വാർത്ത നൽകുന്നത്. മകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരി കണ്ടു എന്നാണ് സ്വപ്നയുടെ ആരോപണം. അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മംഗളത്തിന്റെ വാർത്ത. ദേശാഭിമാനി CPM മുഖപത്രത്തിന്റെ ഇന്നത്തെ ലീഡ് വാർത്ത രാഹുൽ ഗാന്ധി കുരുക്കിൽ എന്നുള്ളതാണ്. EDയുടെ ചോദ്യം ചെയ്യലിനെ മുൻനിർത്തിയാണ് ഇന്ന് ദേശാഭിമാനി ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്നത്. ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ ഇന്ന് മാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാറിന്റെ ഒരു ലേഖനമുണ്ട്. ചാനൽ മുറികളിലെ രാഷ്ട്രീയം എന്നുള്ള പേരിൽ വർഗീയ കോമരമായ അഭിഭാഷകൻ ഒരു തള്ളുകാരനിൽ സ്വർണ്ണക്കടത്തുകാരി ഉപയോഗിച്ച് നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷൻ കേരളത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് സ്വപ്നയുടെ അഭിഭാഷകനാണ് ഈ ഓപ്പറേഷനുകൾക്കെല്ലാം പിന്നിൽ എന്നുള്ള ആരോപണം MV നികേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. വീക്ഷണം കോൺഗ്രസ് മുഖപത്രത്തിന്റെ ലീഡ് വാർത്ത സ്വപ്നയുടെ ആരോപണങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് ആസ്ഥാനത്തുണ്ടായ ഡൽഹി പോലീസിന്റെ കടന്നുകയറ്റം അവർ ഇന്ന് പ്രധാന വാർത്തയാക്കുന്നു. കോൺഗ്രസ് ആസ്ഥാനത്ത് പോലീസ് ഗുണ്ടായിസം എന്നാണ് തലക്കെട്ട്. നേതാക്കളെയും പ്രവർത്തകരെയും വലിച്ചിഴച്ചു പോലീസ് എന്ന് പറയുന്നു. ഒപ്പം പോലീസിന്റെ അതിക്രമ ചിത്രം കൂടി ഇന്ന് വീക്ഷണം നൽകുന്നുണ്ട്. ചന്ദ്രിക ലീഗ് മുഖപത്രത്തിന്റെ ഇന്നത്തെ ലീഡ് വാർത്ത സ്വപ്ന സുരേഷിന്റെ സത്യവാങ്മൂലത്തിലെ പുതിയ ആരോപണങ്ങളാണ്. ചെമ്പിൽ ഒതുങ്ങില്ല എന്നാണ് ചന്ദ്രിക പറയുന്നത്. അതായത് പുതിയ ആരോപണങ്ങൾ സത്യവാങ്മൂലത്തിൽ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇതിനിയും തുടരും എന്ന് ചന്ദ്രിക സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ജന്മഭൂമിയിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രധാന വാർത്തയും സ്വപ്ന സുരേഷ് സത്യവാങ്മൂലത്തിൽ മുന്നോട്ട് വെച്ച ആരോപണങ്ങളാണ്. പിണറായിയുടെ മകളുടെ ഗൾഫ് ബിസിനസ്സിൽ ചർച്ച നടത്തിയെന്ന് ജന്മഭൂമി പറയുന്നു. ഒപ്പം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പരിപാടികളുടെ ചിത്രം കൂടി ജന്മഭൂമി BJP മുഖപത്രം 1-ാം പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയാണ് പൊതുവിൽ വാർത്താവിന്യാസം. SKN ഇന്ന്. താങ്ക് യു ഉന്മേഷ് ശിവരാമൻ. നവാസ് ഓൺലൈൻ പറയുന്നു, എല്ലാ ചാനലുകളും വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോപണം എന്ന് പറയുന്നു. അതല്ലേ എൻ്റെ ഒരു ശരി? കാരണം കേരളത്തിൽ ആർക്കും എന്തും പറയാമെന്നാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വീട്ടിൽ നിന്ന് ഫേസ്ബുക്ക് ലൈവ് കൊടുക്കാം, പല രീതിയിൽ ആരോപിക്കാം. പക്ഷേ അതൊക്കെ വെളിപ്പെടുത്തലാണ് എന്ന രീതിയിൽ നമുക്ക് പറയണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരല്പം ഭാരം വയ്ക്കണം, തെളിവിൻ്റെ ഭാരം. അത് ഏറ്റവും പ്രധാനമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ആരോപണങ്ങൾ എന്ന് പറയാൻ 24 ഇഷ്ടപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.